പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോനാഥ, ഈ 3 മണി സമയം നിന്റെ അവർണ്ണനീയമായ അതിരറ്റ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഈശോയെ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് അങ്ങ് വെളിപ്പെടുത്തി കൊടുത്ത വലിയ സത്യമാണ് ഞാൻ കരുണയാണെന്നുള്ളത്. ഈശോയെ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ ഒരു കാലത്തും ഒരു കാരണവശാലും ഉപേക്ഷിക്കത്തില്ലെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, എൻ്റെ ഈ വലിയ വാഗ്ദാനത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഒരു കുടുംബമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ദാഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം, 119 സങ്കീർത്തനം അതിൻ്റെ 58 തിരുവചനം ഇപ്രകാരം പറയുന്നു: പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനത്തിനൊത്ത വിധം എന്നോട് കൃപ തോന്നണം. സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, അതായത് ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ സമീപിക്കുമ്പോൾ അവിടെ ഒരു വിഭജിച്ച ഹൃദയത്തോടെ അല്ല, അല്ലെ ഹാഫ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഹൃദയത്തോടെ അല്ല, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൻ്റെ കരുണയെ അന്വേഷിക്കുന്നവരാകും. കാരണം അപ്രകാരം ചെയ്യുമ്പോൾ തൻ്റെ വാഗ്ദാനമനുസരിച്ച് ദൈവം നമ്മളോട് കരുണ കാണിക്കും. ഈ ഒരു വലിയൊരു സത്യം, ദൈവത്തിൻ്റെ അനന്തമായ കരുണയെക്കുറിച്ച് കൃത്യമായ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് യോനാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൽ ദൈവം യോനാ പ്രവാചകനെ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് കർത്താവിൻ്റെ കരുണയെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. നിനിവേ നഗരം അതുപോലെ പാപത്തിൻ്റെ ആ ഒരു വലിയ ബന്ധനത്തിലായിരിക്കുന്ന അവസരത്തിൽ ദൈവം ഒരു വലിയ സന്ദേശവുമായിട്ട് യോനാ പ്രവാചകനെ തിരഞ്ഞെടുത്ത് അയക്കുകയാണ്. ദൈവത്തിൻ്റെ ആ ഒരു വലിയ ദൗത്യത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് പരിശ്രമിക്കുന്ന യോനാ പ്രവാചകനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ 40 ദിവസവും 40 രാവും അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ മേൽ പ്രഖ്യാപിക്കാനിരുന്ന ശിക്ഷ ഇളച്ചു കൊടുക്കുകയും അവരെ വെറുതെ വിടുകയും ചെയ്യുകയാണ്. അത് കേട്ടിട്ട് വളരെ കുപിതനായി യോനാ പ്രവാചകൻ ദൈവസന്നിധിയിൽ മുഖം വീർപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ ഒരു ദേഷ്യത്തോടെ ആയിരിക്കുന്ന യോനാ പ്രവാചകനെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം വളരെ കുപിതനായിട്ടിരിക്കുമ്പോൾ അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇത് തന്നെയല്ലേ അങ്ങയോട് പറഞ്ഞത്, ഇതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഓടിപ്പോയത്. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. യോനാ പ്രവാചകനൊരു വലിയൊരു പരാതിയാണ്, കർത്താവേ, നീ കരുണാമയനാണ്, നീ ദയാലുവാണ്, ശിക്ഷിക്കുന്നതിൽ വിമുഖനാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പരാതി. ദൈവം ഇവരുടെ മേൽ ചുമത്തും എന്ന് പറഞ്ഞിരുന്ന ആ ഒരു വലിയ ശിക്ഷ ദൈവം ക്യാൻസലാക്കി കളഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇല്ലാതാക്കി കഴിഞ്ഞപ്പോൾ അതേ ഓർത്ത് സങ്കടപ്പെടുന്ന യോനായെ കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഈ ഒരു വചന വെളിച്ചത്തെ പരിശോധിക്കുമ്പോൾ
പലപ്പോഴും ദൈവത്തിൻ്റെ കരുണയെ പലപ്പോഴും ചോദ്യം ചെയ്യുന്ന മനോഭാവം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും കാണാൻ പറ്റും. അതായത് മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ചില കാര്യങ്ങളില്ലല്ലോ, ചില കാര്യങ്ങൾ മാത്രമേ കർത്താവ് തന്നുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയേറെ പരാതികളും പരിഭവവുമായിട്ട് ദൈവത്തിൻ്റെ കരുണയെപ്പോലും ചോദ്യം ചെയ്യുന്ന മനോഭാവം നമുക്കുണ്ട്. അവിടെ വീണ്ടും ദൈവം ഒരു വലിയ ഒരു സത്യം യോനാ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. യോന റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, വിശ്രമിക്കുന്ന ആ ഒരു സമയത്ത് യോനാ പ്രവാചകൻ്റെ അടുത്തൊരു വലിയ മുൾച്ചെടി, ഒരു ചെടി വളർന്നു വരുന്നുണ്ട്, പന്തലായി, അത് വലിയ തണലൊക്കെ നൽകുകയാണ്. പിറ്റേ ദിവസം അത് വാടിപ്പോകും. ഇത് കണ്ടിട്ട് വീണ്ടും ദൈവത്തോട് കുപിതനാകുന്ന യോനായെ നമ്മൾ കാണും. അവിടെ ദൈവം യോനായെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം ഇതാണ്: ഈ ഒരു ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിപ്പിക്കുകയും ചെയ്തു. നീ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടില്ല, എന്നിട്ടും നിനക്കതിനോട് അനുകമ്പ തോന്നുന്നു. ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരു പരിശ്രമം പോലും നടത്തിയിട്ടില്ല. ഈ ചെടി വളരുന്നതിനോ നട്ടുപിടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ വേണ്ടി ഒരു കാര്യവും ചെയ്തു കൊടുക്കാത്ത യോനാ പ്രവാചകന് ഈ ഒരു ചെടിയോട് ഇതുപോലെ അനുകമ്പ തോന്നിയെങ്കിൽ, വീണ്ടും ദൈവം പറയാണ്, എങ്കിൽ ഇടം വലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 1,20,000 പരം ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നരുതെന്ന്. ഒരു ചെറിയ നിസ്സാരമായ ഒരു ചെടിയോട് ഇതുപോലെ കരുണ കാണിക്കാൻ അല്ലെങ്കിൽ അനുകമ്പയുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ, ഇത്രയും ആളുകളോട്, എൻ്റെ ജനമായി ഞാൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എൻ്റെ ജനത്തോട് എനിക്ക് കരുണ കാണിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ നിസ്സീമമായ കരുണയെ എടുത്ത് കാണിക്കുന്ന ഒരു വചനഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്റ്റിനായ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തതാണ്. അതായത് നമ്മുടെയൊക്കെ പാപങ്ങൾ, വല്ല പാപങ്ങൾ കൂട്ടിവെച്ച ഒരു കുറ്റിച്ചെടി പോലത്തെ ചെറിയ ആണെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യമെന്ന് പറയുന്നത് ഒരു വലിയ പർവ്വതമാണ്. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ വലിയ വ്യത്യാസമുള്ളതാണ് ദൈവത്തിൻ്റെ. അത് അതിരറ്റതും അളവറ്റതുമായ ദൈവത്തിൻ്റെ കരുണയാണ് മനുഷ്യവംശത്തിൻ്റെ മേൽ ദൈവം ചൊരിയുക. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കും മനസ്സിലാക്കാവുന്നതും നമ്മുടെയൊക്കെ ബോധ്യങ്ങളിലേക്ക് സ്വീകരിക്കാവുന്നതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ കരുണയെ ചോദ്യം ചെയ്യുവാനായിട്ടുള്ള അവകാശം നമുക്കില്ല. ആ കരുണയുടെ കീഴിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മാറണം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറഞ്ഞത്, ദൈവത്തിൻ്റെ കരുണ അനന്തമാണ്, നിസ്സീമമാണ്. ഒരു അളവില്ലാത്ത, ഒരു പരിധികളുമില്ലാത്ത രീതിയിൽ ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കരുണ ചൊരിയുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കും, കർത്താവേ, പാപികളും ബലഹീനരും അയോഗ്യരുമായ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നിൻ്റെ അനന്തമായ ഈ അളവറ്റ കരുണ ചൊരിയണമേ. കാൽവരിയിൽ നീ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ ഓരോ തുള്ളി രക്തത്തുള്ളികളുടെയും യോഗ്യതയാൽ ഓരോ ദിവസവും ഞങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന നിൻ്റെ വലിയ കരുണ ഞങ്ങളുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള സകലരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവെ, നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈശോയെ, ഒത്തിരിയേറെ ആളുകൾ കർത്താവ് നിൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ, നിൻ്റെ കരുണ മനസ്സിലാക്കാതെ, ആ കരുണയിൽ ആശ്രയം വയ്ക്കാതെ സ്വയം കഴിവിലൊക്കെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒത്തിരിയേറെ മാനസാന്തരം ആവശ്യമില്ല എന്ന് കരുതി ഒത്തിരിയേറെ തെറ്റിദ്ധാരണകളിലും അബദ്ധ സിദ്ധാന്തങ്ങളിലുമൊക്കെ ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. എല്ലാവരെയും കർത്താവെ, നിൻ്റെ കരുണയാൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ ദൈവികമായ തലങ്ങളിലേക്ക് ഉയർത്തുവാനും ദൈവത്തോടൊപ്പമായിരിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തോടൊപ്പമുള്ള ജീവിതമാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. ദിവ്യകാരണത്തിൽ യേശു നമ്മളെ ഓരോരുത്തരെയും തൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളെ ക്ഷണിക്കുന്നത് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനും കർത്താവിൻ്റെ സ്നേഹത്തിൽ പങ്കുചേരുവാനും
കർത്താവ് നമ്മളെ വിളിക്കുന്നത് അവിടുത്തോടൊപ്പമാകാൻ വേണ്ടിയാണ്. വിശുദ്ധ കുർബാനയായും കുമ്പസാരമായും മറ്റ് സാഹചര്യങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയായി മാറുവാൻ വേണ്ടിയാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാം നമ്മുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ഈശോയെ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും കരുണയോടെ മറ്റുള്ളവരോട് പെരുമാറാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും എല്ലാ ആവശ്യങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും രോഗികളായിട്ടുള്ളവരെയും ഒത്തിരിയേറെ വേദനകളിലും ക്ലേശങ്ങളിലൂടെയും ഭാരപ്പെടുത്തുന്ന അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിക്കുന്നു. ഈശോ ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും വളരെ പ്രത്യേകമായി ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ആന്തരിക സൗഖ്യ വാരാന്ത്യ ധ്യാനത്തെയും 29 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന വാരാന്ത്യ ധ്യാനത്തെയും ഒക്ടോബർ 1 മുതൽ 5 വരെ ഈ ആലയത്തിൽ നടക്കുന്ന വാർഷിക ബൈബിൾ കൺവെൻഷൻ അഭിഷേക നിറവ് ബൈബിൾ കൺവെൻഷനെയും പ്രത്യേകം അങ്ങനെ കരങ്ങളിൽ സമർപ്പിക്കും. കർത്താവേ, നിൻ്റെ കരുണയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സ്പർശിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത കർത്താവെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.